ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ +1 ബയോളജിയിലെ പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്ന ചാപ്റ്റർ ആണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ജോസഫ് പ്രീസ്ലിയുടെ എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് ബെൽജാർ എക്സ്പെരിമെന്റ് നിങ്ങൾ എന്തായാലും നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിന്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് നോക്കേണ്ടത്. ദെൻ പിഗ്മെന്റ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, അല്ലെ, ക്ലോറോഫിലിന്റെ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് എന്തായാലും നിങ്ങൾ ആ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടനോയിഡ്, സാന്തോഫിൽ നോക്കിയിട്ട് വേണം പോവാൻ. ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം, ആക്ഷൻ സ്പെക്ട്രം, അതിന്റെ ഗ്രാഫ് വരച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ആൻഡ് അടുത്തതായിട്ട് ലൈറ്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷനിൽ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ആ ഒരു ഇത് തന്നെ വരച്ച് തന്നെ പഠിക്കുക. ആൻഡ് ഇതിന്റെ ഈവൻസ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതും കൂടെ പഠിക്കുക. ദെൻ അടുത്തതായിട്ടാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോതസിസ്. ഇതിനകത്ത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് നമുക്കറിയാം ഡാർക്ക് റിയാക്ഷൻ ആണ്. യെസ്, ഡാർക്ക് റിയാക്ഷനിൽ വരുന്നതാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ C3 സൈക്കിൾ ആണ്. അതുപോലെ തന്നെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ വരുന്നുണ്ട്. അതായത് നമ്മുടെ C4 സൈക്കിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 സൈക്കിൾസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ആൻഡ് ഓൾസോ ഫോട്ടോ റെസ്പിറേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ C2 സൈക്കിൾ എന്നും നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ സൈക്കിൾസിന്റെ എല്ലാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഉണ്ടാവുന്ന പ്രൊഡക്ട്സ്, ATP എന്തോരം ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ATP എന്തോരം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ആൻഡ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസും കൂടെ വരുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പൊ എന്തായാലും നിങ്ങളിത് മറക്കരുത് കേട്ടോ.